ഹലോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ SSLC ഇംഗ്ലീഷിലെ ഫീനിക്സ് റൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിലെ എല്ലാ ഡീറ്റെയിൽസും ക്വിക്ക് സമ്മറി ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരും. പരീക്ഷയ്ക്ക് ഡിസ്കോഴ്സിൽ ഏത് ഡിസ്കോഴ്സ് വന്നാലും നിങ്ങൾക്ക് അതിൽ എഴുതാൻ വേണ്ടിയുള്ള കണ്ടന്റ് ഈ ഒരൊറ്റ വീഡിയോ ഒന്ന് കിട്ടുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടുക. ഓദർ മറക്കണ്ട, ട്വിങ്കിൾ ഖന്നയാണ്. ചാപ്റ്ററിലേക്ക് കടക്കാം. A phoenix rises by Twinkle Khanna represents the ഇൻസ്പയറിംഗ് ജേർണി ഓഫ് അരുണാചലം മുരുകനാഥം. അപ്പോൾ അരുണാചലം മുരുകനാഥം എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ട് മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ ട്വിങ്കിൾ ഖന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊരു ഫിക്ഷണൽ സ്റ്റോറി ആക്കി മാറ്റി. അപ്പം അരുണാചലം മുരുകനാഥൻ്റെ കഥ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, വേറൊരു പേര് ഉപയോഗിച്ചു. ആ ഒരു പേരുള്ള ആളുടെ കഥയുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ആക്ച്വലി ആരുടെ കഥയാണ്? അരുണാചലം മുരുകനാഥൻ്റെ കഥയാണ് ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അരുണാചലം മുരുകനാഥൻ്റെ പേര് ട്വിങ്കിൾ ഖന്ന ഉപയോഗിച്ചിരിക്കുന്നത് ഫിക്ഷണൽ സ്റ്റോറിയിൽ? കോൾഡ് ബബ്ലു കേവത്ത് ഇൻ ദി സ്റ്റോറി. അപ്പോൾ ബബ്ലു കേവത്ത് എന്നാണ് ഈ സ്റ്റോറിയിലെ മെയിൻ ഹീറോ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ആക്ച്വലി ആരാണ്? ആക്ച്വലി നമ്മുടെ AM ആണ്. ഓക്കെ, അപ്പോൾ കഥ എന്താണ്? ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത്, അപ്പോൾ ബബ്ലുയുടെ ഫാദർ മരിച്ചു. ബബ്ലു ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ആൻഡ് ഫൗണ്ട് വർക്ക് ടു സപ്പോർട്ട് ഹിസ് മദർ ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ട് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. കാരണം എന്താണ്, ഫാമിലീനെ, അമ്മയും സിസ്റ്റേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ, സ്കൂളിൽ പഠിത്തം നിർത്തിയിട്ട് അത്രയും ചെറിയ പ്രായത്തിൽ. ബിഗിനിങ് ആസ് എ ബസ് ബോയ് ഇൻ വർക്ക്ഷോപ്പ്. അപ്പോൾ ആദ്യം വർക്ക്ഷോപ്പിൽ ഒരു ബസ് ബോയ് സഹായിക്കാനൊക്കെ നിൽക്കുന്ന ഒരു ആളായിരുന്നു. ഹി ഗ്രാജുവലി ബിക്കം എ വെൽഡർ. വെൽഡിംഗ് പഠിച്ച് വെൽഡറായി മാറി. ആൻഡ് ഇവൻച്വലി റാൻ ദ ബിസിനസ് ഹിംസെൽഫ്. ആ വർക്ക്ഷോപ്പ് അവസാനം സ്വന്തമായിട്ട് നടത്താൻ വേണ്ടി തുടങ്ങി. ആഫ്റ്റർ ഹിസ് മാരേജ് ടു ഗൗരി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ബബ്ലു ഡിസ്കവേർഡ് ദാറ്റ് വിമൻ ഇൻ ഹിസ് വില്ലേജ് യൂസ് ഓൾഡ് റാക്സ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ ബിക്കോസ് സാനിറ്ററി നാപ്കിൻസ് വർ ടു എക്സ്പെൻസീവ്. അപ്പോൾ ആക്ച്വലി സാനിറ്ററി നാപ്കിൻസ് ഭയങ്കര പൈസ ആയതുകൊണ്ട് അവിടെ മെൻസ്ട്രേഷൻ വരുമെന്നാണ് സ്ത്രീകൾ പഴയ തുണികളൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഷോക്ക് ഡേ മൂപ്പര്. ഷോക്ക് ദാറ്റ് എ പാക്കറ്റ് കോസ്റ്റ് 40 rupees. Although the cotton in each pad cost very little, he decided to produce an affordable napkin. അപ്പം ഈ നാപ്കിനിൽ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടൻ്റെ വിലയൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണെങ്കിലും ഈ നാപ്കിൻ്റെ ആക്ച്വൽ വില എന്താണ്? കടയിൽ പോയി വാങ്ങുന്നത് 40 രൂപയാണ്. കാരണം അത് പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ആ വില്ലേജിൽ. അപ്പോൾ ആ ഒരു കാര്യം മൂപ്പർക്ക് എന്താണ് ഭയങ്കര ഷോക്കിംഗ് ആയി. അതുകൊണ്ട് മൂപ്പർ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നാപ്കിൻ ഉണ്ടാക്കും, സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കും എന്നുള്ളതായി മൂപ്പർ തീരുമാനിച്ചു. His early attempts failed because he did not know what material established manufacturers used. അപ്പോൾ ഈ ശരിക്കത്തെ നാപ്കിനിൽ എന്ത് ശരിക്കത്തെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് മൂപ്പർക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ എക്സ്പെരിമെൻസ് ഒക്കെ ഫെയിലിയർ ആയിരുന്നു. ബബ്ലു കണ്ടിന്യൂഡ് എക്സ്പെരിമെൻസ്. മൂപ്പർ വിട്ടുകൊടുത്തില്ല. മൂപ്പർ വീണ്ടും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഡിസ്പൈറ്റ് ഓപ്പോസിഷൻ ഫ്രം ഹിസ് ഫാമിലി ആൻഡ് റെഡിക്യൂൾ ഫ്രം ദ വില്ലേജസ്. അപ്പോൾ കുടുംബത്തിൽ നിന്നും എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. റെഡിക്യൂൾ എന്ന് പറഞ്ഞാൽ കളിയാക്കൽ. അപ്പോൾ വില്ലേജേഴ്സൊക്കെ മൂപ്പരെ കളിയാക്കി ചെയ്ത, നീ എന്ത് പണിയാണ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാവരും കളിയാക്കി. ഹി ഈവൻ ടെസ്റ്റഡ് ദി നാപ്കിൻസ് ഓൺ ഹിംസെൽഫ് യൂസിങ് ബ്ലഡ് കളക്റ്റഡ് വിത്ത് ഫ്രണ്ട്സ് ഹെൽപ്പ്. അപ്പം ബാക്കിയുള്ള എല്ലാ സ്ത്രീകളും ഇതിന് ഹെൽപ്പ് ചെയ്യാൻ, കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരുന്നില്ല ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ മൂപ്പര് സ്വന്തം ബോഡിയുടെ മുകളിലൊക്കെ എന്ത് ചെയ്തു, ബ്ലഡൊക്കെ കളക്ട് ചെയ്ത് ഇത് ഉപയോഗിച്ചു. അത്രയും എക്സ്ട്രീം ലെവലിലേക്ക് വരെ പോയി. റൂമേഴ്സ് സ്പ്രെഡ്. ഈ നാട്ടിലെല്ലാവരും എന്താണ് ഇതിനെപ്പറ്റി കളിയാക്കാനൊക്കെ തുടങ്ങി മൂപ്പരെ. ആൻഡ് ഹിസ് വൈഫ് ആൻഡ് മദേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഡിസേർട്ടഡ് എന്ന് പറഞ്ഞാൽ അയാളെ വിട്ടുപോയി. ഡിസേർട്ടഡ് ഹിം. അദ്ദേഹത്തിനെ വീട് ഇറങ്ങിപ്പോയി. കാരണം നാണക്കേട് കൊണ്ട് എല്ലാവരും കളിയാക്കാനൊക്കെ തുടങ്ങിയില്ല ചുറ്റുമുള്ള ആൾക്കാർ. He lost his family, friends and money, but he refused to abandon his efforts to improve women's health. മൂപ്പര് വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ടില്ല. എന്ത് സംഭവിച്ചാലും ഞാനിത് സോൾവ് ചെയ്തിരിക്കുന്നു മൂപ്പര് തീരുമാനിച്ചു. The interview included in the lesson reveals how Bablu rose from this difficult situation. After 2 years of trial and error, Muruganathan discovered that sanitary napkins were made from pine wood pulp. മൂപ്പർ കണ്ടുപിടിച്ചു pine wood pulp ബേസിലാണ് ഇത് ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചു. Since commercial manufacturing machines cost crores, അപ്പം മാനുഫാക്ചറിങ് മെഷീൻസ് ശരിക്കത്തെ വാങ്ങണമെങ്കിൽ കോടികളാവും. ഹി ഡിസൈൻഡ് ഇൻഎക്സ്പെൻസീവ് മെഷീൻസ് ഫോർ ഡീഫൈബ്രേഷൻ, കംപ്രഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഈ 3 പണികൾക്ക് വേണ്ടിയിട്ട് മൂപ്പർ സ്വന്തമായിട്ട് എന്ത് ചെയ്തു, വില കുറഞ്ഞ, ഇൻഎക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ മെഷീൻസ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി. ദീസ് മെഷീൻസ് കുഡ് ബി ഓപ്പറേറ്റഡ് ബൈ പീപ്പിൾ വിത്തൗട്ട് എക്സ്റ്റെൻസീവ് ട്രെയിനിങ്. വലിയ ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മുരുകനാഥൻ പ്ലേസ്ഡ് ഹിസ് പേറ്റന്റ്, ദാറ്റ് ഈസ് ബേസിക്കലി ബബ്ലു, patent in the public domain and supplied his machines at subsidized prices to women's self-help groups. അപ്പോൾ എന്ത് ചെയ്തു, ഈ മെഷീൻസ് ഒക്കെ പൈസ കുറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതായത് ഉണ്ടാക്കുന്ന പൈസേനെക്കാളും കുറവുള്ള പൈസയിൽ
കുറേ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനൊക്കെ എന്ത് ചെയ്തു സപ്ലൈ ചെയ്തു. അവർക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്നുള്ള രീതിയിലായി. അപ്പം ഇവർ ഞാനൊരു ടെക്നോളജി കണ്ടുപിടിച്ചു ഇനി ഞാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാക്കിയില്ല. ഭയങ്കര വലിയ കാര്യമാണ്. ഹിസ് പ്രിൻസിപ്പിൾ വാസ് ദാറ്റ് പ്രോഫിറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ നീഡ് നോട്ട് ഗ്രീഡ്. ആവശ്യമാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ആർത്തിയല്ല, ഗ്രീഡല്ല. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോ, പരീക്ഷയിലെ ഡിസ്കോഴ്സിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചിൽ വരുമ്പോൾ ഇത് ഉപയോഗിക്കാം. മൂപ്പരുടെ ഫിലോസഫി എന്തായിരുന്നു? പ്രോഫിറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ നീഡ്. ആവശ്യമായിരിക്കണം പ്രോഫിറ്റിലേക്ക് നയിക്കേണ്ടത്, അല്ലാണ്ട് ആർത്തിയല്ല എന്നുള്ള രീതിയിൽ. Through awareness, availability and affordability, he used the power of women to empower other women and created employment while improving menstrual hygiene. അപ്പോൾ menstrual hygiene ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് എന്ത് ചെയ്തു? വിമണ്ണെ തന്നെയാണ് കുറേ ഹയർ ചെയ്തത്. അതുകൊണ്ട് അവരും എംപവേർഡായി. മാത്രമല്ല ബാക്കിയുള്ള വിമൻ്റെ മെൻസ്ട്രൽ ഹൈജീനും ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് പ്ലാൻ ചെയ്തത്. സ്വന്തമായിട്ട് ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ട് സ്വന്തം പ്രോഫിറ്റ് ഉണ്ടാക്കി ബാക്കിയുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് ശ്രമിച്ചില്ല ബേസിക്കലി. His work received national recognition including the Padma Shri in 2016. 2016 അവസാനം ഇന്ത്യൻ ഗവൺമെൻറ് ഇദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്ത് പത്മശ്രീ അവാർഡ് ചെയ്തു. മോർ ഇമ്പോർട്ടൻ്റ്ലി ടു ഹിം ഹിസ് ഫാമിലി ഇവൻച്വലി റിട്ടേൺ. അവസാനം സ്വന്തം ഫാമിലിയും തിരിച്ചു വന്നു. ഹിസ് ജേർണി ഫ്രം റിജക്ഷൻ ആൻഡ് ഐസൊലേഷൻ ടു സക്സസ് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പ്ലെയിൻസ് ദ ടൈറ്റിൽ ഓഫ് ഫീനിക്സ് റൈസ്. ഫീനിക്സ് റൈസ് എന്ന ടൈറ്റിൽ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും താഴ്ത്ത, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ, ഐസൊലേഷൻ, എല്ലാവരും ഇയാളെ ഒറ്റപ്പെടുത്തിയ ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഇയാളുടെ സക്സസ്സിലേക്ക്, അല്ല സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ഇയാളുടെ സ്വന്തം സക്സസ് മാത്രമല്ല ഇയാൾ ലോകത്ത് ഉണ്ടാക്കിയ, ഇയാളുടെ ചുറ്റുവട്ടം നിന്നുണ്ടാക്കിയ മാറ്റങ്ങൾ, ആ ട്രാൻസ്ഫോർമേഷൻ അതാണ് ഈ ഫീനിക്സ് റൈസസ് എന്നതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ദ ലെസൺ ടീച്ചേഴ്സ് അസ് ടു കൺവേർട്ട് പ്രോബ്ലംസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഈ ഒരു ലെസണിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ റൈറ്റപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഇത് ഓർത്ത് വെച്ചോ, എന്താണ് ഈ ചാപ്റ്ററിലെ മെയിൻ ലെസൺ എന്താണ്? ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രശ്നമാണെന്ന് പറഞ്ഞിരിക്കുകയല്ല, അത് ഓപ്പർച്യൂണിറ്റി ആക്കണം. അത് സോൾവ് ചെയ്യാൻ വേണ്ടി, പ്രോബ്ലം ഉണ്ടെങ്കിൽ, ചലഞ്ച് ഉണ്ടെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യണം. അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമ്മൾ കാണണം. പെർസീവിയർ, അതായത് വിട്ടുകൊടുക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുക. ഡിസ്പൈറ്റ് ഫെയിലിയേഴ്സ് എന്തായാലും ഉണ്ടാവും. ഒരു പ്രോബ്ലം കണ്ട് ഓപ്പർച്യൂണിറ്റി, അപ്പോൾ ഞാൻ പോയിട്ട് സോൾവ് ചെയ്തെല്ലാം ശരിയാക്കാമെന്നല്ല. ആ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും, കുറേ ഫെയിലിയേഴ്സ് ഉണ്ടാവും, ആൾക്കാർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. പക്ഷെ അത് പെർസീവിയർ ചെയ്തിരിക്കണം, പിടിച്ചു നിൽക്കാൻ പറ്റണം. ആൻഡ് യൂസ് നോളജ് ആൻഡ് ഇന്നോവേഷൻ ടു ഇംപ്രൂവ് ദ ലൈഫ് ഓഫ് അതേഴ്സ്. നിങ്ങൾക്ക് സ്വന്തമുള്ള നോളജും നിങ്ങളുടെ കഴിവും ഇന്നോവേഷനും ഒക്കെ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റും കൂടെ വരുത്താനുള്ള രീതിയിലും കൂടി ആയാൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ സിമ്പിൾ ചാപ്റ്റർ ഒന്ന് ഓർത്ത് വെക്കുക. പരീക്ഷയിൽ ഈ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് ഡിസ്കോഴ്സ് എന്തായാലും വരും. ഡയറി എൻട്രി ആയിട്ടോ, അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ആയിട്ടോ, അല്ലെങ്കിൽ റിവ്യൂ ആയിട്ടോ, റൈറ്റപ്പ് ആയിട്ട് വന്നാൽ അതിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് പരീക്ഷയ്ക്ക് മുമ്പ് ഒന്നും കൂടി വേണമെങ്കിൽ 2x ഇട്ട് കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. പരീക്ഷയിൽ എഴുതാൻ വേണ്ടിയുള്ള കണ്ടന്റ് ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ എക്സാമിനർ ബാസിൽ ഇപ്പോൾ ഒരു ഓഫറൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ബാസിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ്, ടോപ്പിക് വൈസ് ക്ലാസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഓഫർ ഫേസിലും കൂടി കിട്ടുന്നത് ഒരു അഡീഷണൽ കാര്യം കൂടെ ആയിരിക്കും. നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾക്ക് SSLCയിൽ A+ലേക്ക് എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വേണം യൂസ് ചെയ്യുക. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. തകർക്കും.